യുടെ മരണത്തിന് ശേഷം കവിക്ക് വല്ലാതെ മനപ്രയാസം ഉണ്ടായ സമയത്ത് എന്താണ് കവിയുടെ മനസ്സ്? ഇരിപ്പിടം തീക്കനൽ ചുറ്റുപാടും ഗുഹപ്പിളർ പേകനിവൻ വരാകൻ അസ്വസ്ഥമിക്കണ്ണു മുകൾ പരപ്പിൻ നേർക്കോടിയിട്ട് എന്തത് ദൂരം. അപ്പം അത് വളരെ അകലെയാണ് ആ നക്ഷത്രവും ആകാശവും ഒക്കെ എന്നുള്ളൊരു തോന്നൽ, ദൈവം വളരെ അകലെയാണ് എന്നൊരു തോന്നലുണ്ടായി. പ്രിയയുടെ ചിത കണ്ട കണ്ണിന് ആകാശം പോലും ചുടലയായിട്ട് തോന്നി. വക്കത്ത് കാറിൻകരിക്കട്ടകൾ അങ്ങിങ്ങ് അസ്ഥിഗണ്ഡം പോലെ നക്ഷത്രങ്ങളുടെ പ്രകാശം എന്നാണ് അപ്പം അദ്ദേഹം പറഞ്ഞത്. ആ സിറ്റുവേഷനാണത്. ചാരനിറത്തിലുള്ള ആകാശമാകുന്ന ചുടലക്കളം പോലെ അന്തരീക്ഷം. അരക്ഷണം കൊണ്ട് സ്വർഗം നരകമായി. എന്നാലും കവിക്കറിയാം, പൊതിഞ്ഞ പെൺപാടകൾ നീങ്ങി വീണ്ടും തെളിഞ്ഞിടും വാനിനു ദീപ്തനേത്രം എന്ന്. വൃദ്ധന്മാരുടെ കണ്ണിനെ വെളുത്ത പാട വന്നു മൂടുന്നു, കാഴ്ച മങ്ങുന്നു. പുതിയ ജന്മത്തിൽ വേറെ ഒരു പുതിയ ദീപ്തനേത്രം ലഭിക്കുന്നു. രാത്രിയുടെ പാട നീങ്ങി ആകാശം വീണ്ടും സൂര്യനാകുന്ന ദീപ്തനേത്രം തെളിയിക്കുന്നു. മുഖം കറുപ്പിച്ചു നിൽക്കുന്ന ഭൂമിയുടെ മന്ദസ്മിതധാരയായും വൃദ്ധന്മാരുടെ കണ്ണിനെ മൂടിയ വെൺപാടയായും കവി ജ്യോതിർഗണങ്ങളെ വിശേഷിപ്പിക്കുന്നു. മഞ്ഞുതുള്ളികളിലേക്ക് സൂര്യൻ്റെ പൊൻദർപ്പണം ഉയർത്തിക്കാട്ടുന്ന പ്രഭാതങ്ങളിൽ പുൽക്കൊടിയെയും താരാഗണങ്ങളെയും ഒപ്പം താലോലമാട്ടുന്ന കൈകൾ തൃണാങ്കുരങ്ങളുടെ മാറിൽ അവൾ കൊതിച്ച താരാമണിമാല ചാർത്തുന്നത് കണ്ണുനീർത്തുള്ളിയുടെ കവി നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. പൂമ്പാറ്റയുടെ പഞ്ചിറകാലും അറ്റംപെടാത്ത നക്ഷത്രപഥത്തായും സ്വന്തം ശില്പവൈദഗ്ധ്യം വിളിച്ചു പറയുന്ന പ്രപഞ്ചശില്പിക്ക് അർദ്ധോക്തി വിരാമങ്ങളില്ല എന്ന് 20-ാം വയസ്സിൽ തന്നെ മാനം നോക്കിയിരിക്കുന്ന ഈ നക്ഷത്രപ്രേമി ഗ്രഹിച്ചു കഴിഞ്ഞിരുന്നു. നപസ്സിലാകെ നടന്നുകൊണ്ട് തേജോഗോളങ്ങൾ പകർത്തുന്ന രാഗവിസ്താരം തന്നെയാണ് കാറ്റിലുലയുന്ന ചെറിയ പുല്ലും പകർത്തുന്നതെന്ന് അദ്ദേഹം കേട്ടിരിക്കുന്നു. ആ സംഗീതം അദ്ദേഹം കേട്ടിരിക്കുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തെ നോക്കിക്കാണുന്നത് ഇങ്ങനെയാണ്: ഞാനും അശ്രദ്ധമായി പൊതിഞ്ഞ എൻ്റെ ചവിട്ടടിയിൽ കിടന്ന് ചതയുന്ന പുൽക്കൊടിയും അത്ഭുതം നിറഞ്ഞ എൻ്റെ സൂക്ഷ്മനോട്ടത്തെ ആകർഷിച്ചു നിർത്തുന്ന ആകാശത്തിലെ ജ്യോതിർഗോളങ്ങളും എന്നല്ല, ഈ ബ്രഹ്മാണ്ടവും അതിലെ ഓരോ പരമാണുവും തന്നെ സ്വയം സമ്പാദിച്ചു കൂട്ടുന്ന അനുഭവ പരമ്പരയാണ് ഈ ജീവിതം. ചേതനാലോകന ഉത്സുകപ്പരപ്പും നാദബ്രഹ്മാന്ത കൈവല്യവും ഊതലാസ്വാസ്ഥ്യ വിദൂരതയുമായ ആ ജ്യോതിർഗോള സഞ്ചാരവീതിയിലേക്ക് പ്രാണഞരമ്പ് മണ്ണിനെ കെട്ടിപ്പിടിക്കുമ്പോഴും എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ് ഓരോ ജീവനും. കീഴുലകിനെ എന്തോ ധരിപ്പിക്കാനുള്ള ഉത്കണ്ഠയോടെ ഇങ്ങോട്ട് നോക്കൂ എന്ന് ഇറങ്ങി നിന്ന് തെളിയുന്ന നക്ഷത്ര ലിപികളുടെ ദിവ്യ പദ്യം വായിക്കാൻ, വാനിൻ്റെ ആ പത്മബന്ധക്കുറിപ്പ് അഴിക്കാൻ ഈ കവിയുടെ വെണ്ണുരവേർപ്പ് നിറഞ്ഞ മുഖം എപ്പോഴും മുകളിലേക്ക് തിരിയുന്നു. കാരണം നന്നേ ചെറുപ്പത്തിൽ ഏറ്റെടുക്കേണ്ടി വന്ന തറവാട്ട് ഭാരവും അന്നുണ്ടായ ദാരിദ്ര്യങ്ങളും കടങ്ങളും വ്യവഹാരങ്ങൾ വരുത്തിവെച്ച പ്രശ്നങ്ങളും കൊണ്ട് കലങ്ങി മറിഞ്ഞ മനസ്സിന് തൻ്റെ 20-ാം വയസ്സിൽ തന്നെ ഈശ്വരാനുഭൂതി, ആനന്ദാനുഭൂതി നൽകിയ ആ ദൃശ്യത്തെ അദ്ദേഹം ഒരിക്കലും മറന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും പതിഞ്ഞു കിടന്നിട്ടുള്ള ഒരേ ഒരു ചിത്രം എന്ന് പറയാം. തൻ്റെ നേത്രം ആ ചെറുപ്രായത്തിൽ ആനന്ദമൂർച്ച കൊണ്ടത് എന്തിനായിരുന്നു? 46-ാം വയസ്സിൽ പ്രസിദ്ധീകരിച്ച ചക്രവാളം അതിനുള്ള ഉത്തരം തരുന്നുണ്ട്. ശാശ്വതത്വത്തിൻ അപാരത ഇങ്കലൻ സാശ്ചര്യ സപ്രേമ ചുംബനത്തെ നക്ഷത്രമാക്കി എടുത്തു സൂക്ഷിക്കുന്ന അന്ധകാരം പോയ നാളുകളുടെ മടി തട്ടിക്കുടയുമ്പോൾ അതിൽ ഇന്നുള്ളതെല്ലാം കാണാനും നാളെയുടെ പോയ നാളായ ഇന്നിലെന്ന പോലെ നാളെയിലും ഇന്നുള്ളതൊക്കെ ഉണ്ടാവും എന്നറിഞ്ഞ് ആനന്ദമൂർച്ച കൊള്ളാനും കവിയെ അപ്പോഴേക്കും പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു. പുടകാങ്കുരത്തിൽ പുൽകളെ പുൽകി നിന്നൂഴി നഭസ്സണിഞ്ഞ കയ്യുകളിൽ ചേർക്കുന്ന ദീർഘനോട്ടം ഭൂമിയെ പുൽകി നിന്ന് നക്ഷത്രങ്ങളെ വീക്ഷിക്കുന്ന കവിയുടേതാണ്. ആർക്കും വേണ്ടാത്ത അപ്പപ്പൂക്കളും അഗ്രതാരങ്ങളും ഒപ്പം ഭ്രമിച്ച ഈ പ്രകൃതിയുടെ മടിത്തട്ടാണ് ഈ കവിയുടെ തറവാട്. ആ തറവാട്ടിലാണ് നമ്മളൊക്കെ ജനിച്ചു വളർന്ന് നമ്മൾ പഠിക്കുന്നതും എല്ലാം. അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഉണ്ടായാൽ നമുക്ക് നല്ലത്. അതിൻ്റെ കാരണവസ്ഥാനത്തിരുന്നു കൊണ്ട് നോക്കുമ്പോൾ വലിപ്പ ചെറുപ്പമൊന്നും ഇല്ലാത്ത ഈശ്വരൻ്റെ കണ്ണിൽ കൂടി അദ്ദേഹവും ഈ ലോകത്തെ കാണുന്നു. അതുകൊണ്ടാണ് പാവങ്ങൾ തർജ്ജമ ചെയ്യാൻ ഈ നാടൻ മട്ടുകാരൻ തിരഞ്ഞെടുത്തത്. വേറൊന്നും തിരഞ്ഞെടുത്തില്ല, പാവങ്ങളാണ് തിരഞ്ഞെടുത്തത്. വലിപ്പും ചെറുപ്പമില്ലാത്ത ഈശ്വരൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോഴാണ് പാവങ്ങളുടെ വലിപ്പം മനസ്സിലാവുക. ഞാനിച്ഛ വിട്ടുന്ന കല്ലിൻ മുനകളാം വാനിൻ നവരത്നരോജിസ്സുകൾ എന്ന് തൻ്റെ പാതയിലെ ദുഃഖങ്ങളാണ് ഒരിക്കൽ ആകാശത്തിലെ അമൂല്യ തേജസ്സുകളാവുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തൻ്റെ വിചാരങ്ങൾ ചെന്നു പതിഞ്ഞതാണ് ദ്യോവിൽ മിന്നുന്ന പൊന്നിൻ കുറിപ്പുകൾ എന്നെഴുതിയിട്ടുണ്ട്. താരകങ്ങളെ നിങ്ങളിലോരോന്നും
പാരിനൊപ്പമുള്ള ഓരോ പ്രപഞ്ചമോ എന്ന് ശാസ്ത്രഭാഷയിലും ചോദിച്ചിട്ടുണ്ട്. ആരുടെയോ ലീലയാൽ വെള്ളത്തിൽ വന്ന് വീണ ഒരു വെള്ളാരങ്കല്ല് പോലെയുള്ള മനുഷ്യജന്മം, സൂര്യൻ്റെ ചുംബനമേറ്റ് തെളിമുത്തായി കിടന്ന ഒരു മുഗ്ധവസ്തു, അഗാധതയുടെ ആഴങ്ങൾ അളന്നളന്ന് അതും അഗാധതയിലേക്ക് ആണ്ടുപോയി. ഒച്ചയുണ്ടായില്ല, അനക്കമുണ്ടായില്ല, ഒറ്റ കുമിളയും പൊന്തിയില്ല, ആചരിച്ചു മരിച്ചു. വെള്ളാരങ്കല്ല് വീണതും താഴ്ന്നുപോയതും സാക്ഷികളായി കണ്ടുനിന്ന ചിലരുണ്ട്. കവിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ നക്ഷത്രങ്ങൾ. ഒരുപക്ഷെ ആ ദീപ്തഗോളങ്ങൾ ഈ വെള്ളാരങ്കല്ലിൻ്റെ രൂപാന്തരങ്ങളായിരിക്കാം. സംസാരസാഗരത്തിൽ വന്ന് വീഴുകയും ഇന്നിൻ്റെ പ്രകാശത്തിൽ തിളങ്ങുകയും മൃത്യുവിൻ്റെ ഇരുട്ടിലേക്ക് താഴുകയും ചെയ്ത കവിയാണ് വെള്ളാരങ്കൽ. കവിയും വെള്ളാരങ്കല്ലുമാണ് അവിടെ സാധിച്ചത്. കവിയുടെ ജീവിതത്തിന് സാക്ഷിയായി നിൽക്കുന്ന ആ നക്ഷത്രങ്ങളും കവിയുടെ രൂപാന്തരങ്ങൾ തന്നെ.